മനു, യു വെയിറ്റ് ഹിയർ. പുറത്തിറങ്ങരുത്. അച്ഛാ, രൂപേഷ് ഹിയർ. ഓക്കെ, അത് പറഞ്ഞിരുന്നല്ലോ. നോ പ്രോബ്ലം. പേയ്മെൻറ്റിനെ കുറിച്ച് ഓർത്ത് താങ്കൾ പറയണ്ട. നിങ്ങൾ ആവശ്യമുള്ള എടുത്തോളൂ. യെസ്, അതെ. ഇല്ലില്ല, ഇപ്പം ഞാനൊരു അർജൻറ്റ് മീറ്റിംഗിലാണ്. പിന്നെ ഇതിപ്പോൾ തീരും. ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക്. സാർ, ഒരാഴ്ച മുമ്പ് വന്നിരുന്നെങ്കിൽ ഡോർമെട്രിക്ക് പകരം റൂം തരാൻ പറ്റിയേനെ. ഇറ്റ്സ് ഓക്കെ. ഇനി എന്തെങ്കിലും ഫോർമാലിറ്റീസ്? ഇനി ഒന്നുമില്ല സാർ. ഓക്കെ. ശ്യാം, ആ കാറിൽ നിന്ന് ലഗേജ് എടുക്കണേ. അച്ഛാ, ഞാൻ ഇറങ്ങിക്കോട്ടെ. ടൈം കിട്ടുമ്പോൾ വരാം. പിന്നെ അച്ഛൻ എന്താ ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. ഇവിടെ എല്ലാ കാര്യത്തിനും ആളുണ്ട്. അച്ഛന് ഒരു കുറവുണ്ടാവില്ല. ഹലോ. കഴിഞ്ഞു. നീ കിടന്ന് ബഹളം വെക്കില്ലേ? ഇതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഇല്ലേ? ഐ വിൽ ദാറ്റ് വിത്തിൻ 15 minutes. എക്സ്ക്യൂസ് മീ സർ. യെസ് സർ, ഞാൻ അഖില. ഞാനിവിടുത്തെ PR മാനേജറാ. സർ, ഒരു 5 മിനിറ്റ് സ്പെയർ ചെയ്യാനുണ്ടാവോ? ഒരു ഓഫറുടെ കാര്യം പറയാനാ. പ്ലീസ് കം ടു ദി മാറ്റർ. ഇന്ന് ഓൾ പേഴ്സൺസ് ഡേ ആണെന്നുള്ളത് അറിയാലോ. ഇന്ന് ഇവിടെ ജോയിൻ ചെയ്യുന്ന എല്ലാ പാരൻസിനും ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. സാറിൻ്റെ അച്ഛനോട് ജോയിൻ ചെയ്യിച്ചില്ലേ? അപ്പോൾ ഈ ഓഫർ സാറിന് ലഭിക്കും. എന്ത് ഓഫറിൻ്റെ കാര്യം പറയുന്നത്? അതായത് 25 years കഴിഞ്ഞ് ഞങ്ങളുടെ സർവീസ് ഡെഫിനറ്റ് ആയിട്ടും സാറിന് ആവശ്യം വരും. ആ ടൈമിൽ ഈ കോസ്റ്റിൽ ഇത്രയും നല്ല സർവീസ് എവിടെ ലഭിക്കില്ല. അതായത് സാറിന്റെ മോന് സാർ സ്പെൻഡ് ചെയ്തതിനേക്കാൾ 5 times എക്സ്ട്രാ അന്ന് പേ ചെയ്യേണ്ടി വരും. എന്നാൽ ഞങ്ങളുടെ ഓഫർ പ്രകാരം സാർ ഇപ്പൊ സ്പെൻഡ് ചെയ്തതിനേക്കാൾ 20% എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ സാറിന് ഇതേ കോസ്റ്റിന് അന്ന് സർവീസ് ലഭിക്കും. സാറിന്റെ മോനെ ശല്യം ചെയ്യേണ്ടി വരില്ല, പിന്നെ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. സാർ എന്ത് പറയുന്നു സർ? ഇതുപോലത്തെ ഓഫർ ഇനി ഒരിക്കലും സാറിന് ലഭിക്കാൻ പോകുന്നില്ല. ഇന്ന് ഇന്റർനാഷണൽ ഓൾ പേഴ്സൺസ് ഡേ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഓഫർ ഉള്ളത്. അതുകൊണ്ട് ഫ്യൂച്ചറിൽ മകന് ലഭിക്കാൻ പോകുന്നത് 100% ലാഭമാണ് സർ. സർ, ഞാൻ പറയും 20% എക്സ്ട്രാ കൊടുത്ത് സർ ഈ ഓഫർ എടുക്കണം എന്ന്. സർ, എന്നൊന്നും മിണ്ടാത്തെ?